അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ജമാ മസ്ജിദിന്റെ ഏരിയയിലുള്ളത് ഇവിടെയുള്ള ഫുഡ് സ്ട്രീറ്റ്. ഇത് ഗേറ്റ് നമ്പർ 1 സൈഡിലാട്ടോ. ഇവിടെയുള്ള ഫുഡ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൂളിംഗ് ഗ്ലാസ് വെക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചകൾ ഇത് ഈ ജമാ മസ്ജിദിന്റെ സൈഡിലേക്ക്, ജമാ മസ്ജിദിലെ ഫുഡ് സ്ട്രീറ്റ് ഗേറ്റ് നമ്പർ 1 കണ്ടോ, ആ ഒരു ഏരിയ കാണിച്ചു കൊടുത്താ. അതാണ് ഗേറ്റ് നമ്പർ 1 കണ്ടോ. ഈ ഗേറ്റ് നമ്പർ 1 ബാബ അബ്ദുള്ള, ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ, ഇതുപോലെ ദാരുണമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ കുട്ടികളുണ്ടാവും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീരെ വൃത്തിയില്ലാത്തൊരു ഏരിയയാണ്. പക്ഷെ മൂക്ക് സ്മെല്ല് പൊത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഇത് ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻ്റ് ഉള്ള എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാണിച്ചു കേട്ടോ. ആ ചങ്ങായിക്കാണെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അവൻ്റെ വാപ്പ ഷാറാണ്. ഒരു ഇവിടുത്തെ ബട്ടർ ടീ വിൽക്കുന്ന ആളുകളാണ്. നല്ല രസമാണ്, അത് വെറൈറ്റിയാണ്. പക്ഷെ തീരെ വൃത്തിയില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് ഫുഡുകൾ, അതേപോലെ തന്നെ സ്പ്രേ സംഭവങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഉള്ളത് ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനാണ്. ഗേറ്റ് നമ്പർ 1 മുന്നിലാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉള്ളത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടോ ഇതേപോലത്തെ ഒരുപാട് ഫുഡ് വിഭവങ്ങൾ, മുഗൾ ഫുഡുകൾ. ഇതൊക്കെ മുഗളൊന്നുമല്ല, ഇതൊക്കെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വോയേജ് ഓർഗാനമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ. ഇതൊക്കെ ഇഷ്ടം പോലെയുള്ള ഒരുപാട് ഏരിയകളാണ്. ഓക്കെ, നീ ഇങ്ങോട്ട് തന്നെ പോവാം. ഇത് ഇവിടെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും ടേസ്റ്റ്. ഇത് ഇവിടുത്തെ ഒരു നല്ല രസമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങാം. വൃത്തിയുള്ള കടകൾ മാത്രം നോക്കിയിട്ട് വാങ്ങാം. പിന്നെ ഉണ്ടോ ഈ ചങ്ങായി ഉണ്ടോ, അതുണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഷൂകൾ ഇങ്ങനെ നൈസായിട്ട്, പക്ഷെ ഷൂ അല്ല ഇപ്പം കാണിച്ചത്. ആ ചങ്ങായി ഉണ്ടോ, എല്ലാവരും ആൻസ് തമ്പാക്കു കൊടുക്കുക ഇത് വെച്ച് കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഫുഡ് കടകളാണെങ്കിൽ പോലും. പിന്നെ ഇത്തരത്തിലുള്ള ഓട്ടോകൾ എല്ലായിടത്തും ഉണ്ടാവും. യാതൊരുവിധ ട്രാഫിക്കും ഇല്ലാത്ത ആളാണ്. ഇനി നല്ലത് പറയാം, ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന ജമാ മസ്ജിദിൻ്റെ മാർക്കറ്റ്. നല്ല ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഈ ഫ്രൂട്ട്സിനെ പറയുന്ന പേരെന്താ? ആ ഫ്രൂട്ട് ആപ്പിളല്ല, സബർജിലും അല്ല, വേറെന്തോണ്. ഇത് കാശ്മീരിലുണ്ട്, നല്ല രസമായിട്ടുള്ള. പിന്നെ ഫുഡ് ഇതും ഒരു അസ്ലം ചിക്കനാണ്. സോറി, അസ്ലം അല്ല, ബട്ടർ ചിക്കൻ. അസ്ലം ചിക്കൻ അപ്പുറത്തുണ്ട്. പിന്നെ നൈസായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പോക്കറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, കണ്ടോ ഓരോ ഫുഡ് സ്ട്രീറ്റ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ പേരെന്താണ്? ഷവർമ. ഈ ഷവർമൊക്കെ തിന്നു കഴിഞ്ഞുണ്ടല്ലോ വയറാൾക്ക് മതി മരിച്ചു. സത്യമായിട്ട് ഞാൻ ഓരോ തളർത്തല്ല കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞാണ്. അല്ലേ, കാര്യമില്ല നമ്മൾ പറഞ്ഞ്. വൃത്തിയാണ് സാധനം അടുത്തുള്ള പോയി. ഇതൊക്കെ നല്ല രീതിയിലൊരു ഒന്ന് ആലോചിച്ചു. ഇതൊക്കെ നല്ല രസമായിട്ടൊരു ടൂറിസം ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. എന്തോ രസമായിരിക്കും. ഇതാണ് ഈ കാക്കാനാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഹാജി കാക്ക. अस्सलाम वालेकुम। क्या हाल है? बढ़िया यार, बढ़िया। तो वीडियो में थोड़ा बात करो अपने चिकन के बारे में। चिकन के बारे में वो बात करेगा जब दुकान पे बैठूंगा, जब बात करूंगा। कितना साल हो गया ये शॉप? मुझे 45 साल हो गए। 45 45 45 വർഷമായി ഈ ഷോപ്പ് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ മുഹബത്ത് കാ സർബത്ത്. ഈ മുഹബത്ത് കാ സർബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഖനെ കെ ലിയേ ദേ ദോ, ഇങ്ങനെ മേം പക്കടേക്കാം. ഇത് പാല്, സാധാ പാല്, അതുപോലെ തന്നെ അതിലേക്ക് വത്തക്ക, നമ്മളെ വാട്ടർ ലെമൺ, ഈ പാലിൽ കുപ്പിണ്ടല്ലോ അത്. പിന്നെ ഏതേതോ റൂ അഫ്സ, ഭയ്യാ റൂ അഫ്സ ദിക്കാവോ, റൂ അഫ്സ. ഇതാണ് റൂ അഫ്സ. ഇത് കുറച്ചിടും. നമ്മളെ നാട്ടിലൊക്കെ റമദാനിലുള്ള സാധനമാണ് ഇപ്പോൾ ഇത്. ഇതാണ് ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ 50 രൂപ 60 രൂപ. ഭയ്യ इसका नाम क्या? ഷാഹി ഷീർമാൽ. ആ, ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. इसका कितना? 120 രൂപ. 100 100 രൂപ, 60 രൂപ. इसका नाम क्या? शाही शीरमाल। शाही शीरमाल, इसके बारे में बोलो कुछ। ये ओल्ड शॉप है, ये हमारी मटिया महल सुब्रमण्य 112। ये कैसे बनाएगा? ये मैदा बेसन घी दूध में बनता है। मैदा बेसन घी दूध में गूंद के फिर ड्राई फ्रूट അതായത് മൈദ, നമ്മളെ ബേസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ്, ദൂത്, പാലില് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. മധുരമാണ് സംഭവം. ഇനി വരും. ഇനി അസ്ലം ചിക്കൻ കാണിച്ചാൽ ഇത് ഇവിടെ കച്ചറുണ്ടോ?
10 കേസിലെ കയറി കച്ചറ. വാ ഓലൊന്നും എടുക്കണ്ട. പിന്നുള്ളത് അസ്ലം ചിക്കൻ. ഇതാണ് അസ്ലം ചിക്കൻ. ഇത് ബട്ടർ ഇതാണ് ഗ്രില്ല് ചെയ്തിട്ട് കണ്ടോ, ഇത് കണ്ടോ കട്ട് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മളെ ചൂട് പൊള്ളുണ്ട്. ഇത് ബട്ടറാണ്. പിന്നെ ഇത് ജാട്ട് മസാല, ഇത് കണ്ടോ ജാട്ട് മസാല, തൈര്, ഇത് മിക്സ് ചെയ്തിട്ട് ഇതാവും. ഞാൻ കഴിക്കണ വീതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു കുഴപ്പമില്ലാത്തൊരു വൃത്തിയുള്ളൊരു ഷോപ്പാണ്. ഓക്കെ. പിന്നെ ഈ കടകളിലൊക്കെ കയറുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ഇപ്പം മലയാളത്തിൽ അറിയില്ലെങ്കിലും ഹിന്ദി തന്നെ നമ്മൾ പറയും. സംഭവം എന്താ വെച്ചാൽ ഭയങ്കര ഒരു അഹങ്കാരത്തിൻ്റെ പോലെയാണ്. ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്. സെറ്റല്ലേ? ഓക്കെ, നല്ലോണം കൊങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണമാണ് വരി. അപ്പോൾ ഇനി നൈസായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തില്ലേ? ഞങ്ങൾ മുകളിലുണ്ടോ? നീ വരും, നിങ്ങൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? ഇല്ലല്ല, ബട്ടർ ചിക്കൻ അല്ലേ ഐ? ഓക്കെ, ജസ്റ്റ് പിന്നെ റുമാലി റൊട്ടി പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ കയറുന്നു. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഉണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ ഇവിടെ വരുന്ന സമയത്ത് ഇവരെന്താ പറയുക, ഇവരൊക്കെ ഭയങ്കര ഡിലേ ആക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന് ചെയ്യേണ്ട, ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട, കഴിക്കേണ്ട ഒരു സാധനം ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഇതുണ്ടല്ലോ, ആ ഒരു ഭക്ഷണം ഇങ്ങോട്ട് കയറിക്ക് ബട്ടർ ചിക്കന്, അതുപോലെ തന്നെ റുമാലി റൊട്ടി, അത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, ബാക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കാണാം. ഒരുപാട് ഫാമിലികളുണ്ട്. നമ്മളെ ഫാമിലി മുകളിലായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഷോപ്പ്. നമ്മളിപ്പോൾ വന്ന ആളുകൾ ഇത് ഏറ്റവും ഫ്ലോറിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ആളുകളായതുകൊണ്ട് ഇവിടെ നമ്മൾ ഒന്നിനായിട്ട് പരിചയക്കാരുണ്ട് പോലെ നമ്മൾ മുകളിൽ എത്തിക്കും കേട്ടോ. നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ ഓർഡർ ചെയ്തിരിക്കണ്. അപ്പോൾ ഇനി നൈസായിട്ട് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് കാണാം. ഓക്കെ, ഇനി കട്ട് ചെയ്തോളാം.